ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കയ്യിൽ കിട്ടിയിട്ടുള്ളതാ ഈ ഒരു ഐറ്റം വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. മഴയൊക്കെയാണ്, അപ്പോൾ തേങ്ങയൊക്കെ ഒരുപാടുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു അതൊക്കെ പറിച്ച് ഉടച്ച് ചിലപ്പോൾ കൊപ്പരൊക്കെ ആക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്ന സമയമായിരിക്കും അല്ലേ. അപ്പോൾ മഴയൊക്കെ പെയ്യുന്നതിന് മുന്നേ അതൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനെ ഒരു കുറച്ച് ഐറ്റം അവിടെയൊക്കെ വിറകൊക്കെ ആക്കാനും കത്തിക്കാനൊക്കെ ആയിട്ട് എവിടെയെങ്കിലൊക്കെ കൂട്ടിയിട്ടൊക്കെ ഉണ്ടാവും. പെട്ടെന്ന് നോക്കുവാണെങ്കിൽ ഇപ്പോൾ കിട്ടും, അല്ലെങ്കിൽ മഴയൊക്കെ നനഞ്ഞിട്ട് ഫുള്ള് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ള റൈറ്റാണ്. അപ്പോൾ ഞാൻ വേഗം തന്നെ എടുത്ത് വെച്ചു. നമുക്കത് വെച്ച് നല്ലൊരു അടിപൊളി ഐഡിയ കണ്ടാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കട്ടിയുള്ളൊരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കുടം പോലത്തെ ഡിസൈൻ നമ്മളൊന്ന് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് തന്നെ എടുക്കണം, എന്നാൽ മാത്രമേ നമ്മൾ കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നല്ല നീറ്റായിട്ട് ഒരു ബെൻഡ് ആവാണ്ടൊക്കെ കിട്ടുള്ളൂ. അതിന് ആ ഒരു ഷേപ്പിന് കണക്കായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത് ആവശ്യമുണ്ട്. അത് മാത്രമല്ല, ആ ഒരു കുടത്തുനിന്ന് തന്നെ വരുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ കുറച്ച് ലീവ്സും അതുപോലെ തന്നെ കുറച്ച് റൗണ്ടൊക്കെ നിർത്തിക്കൊണ്ട് നമുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതൊക്കെ എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഈ ഒരു കാര്യങ്ങൾ മാത്രം ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ഒന്ന് കുറച്ച് റൗണ്ട്സും ലീവ്സും ഒക്കെ നിർത്തിക്കൊണ്ട് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഔട്ട്ലൈൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരച്ചെടുക്കാം, അത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ എത്ര വൈഡായിട്ട് വേണം, എത്ര ചെറുത് വേണം, എത്ര വലുത് വേണം എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ ഈ റൗണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എന്തായാലും റൗണ്ട് വരച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഔട്ട്ലൈൻ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന കൊച്ചു കൂട്ടുകാരൊക്കെ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയോ? എന്താണ് അവസ്ഥ? മടിയൊക്കെ ഉണ്ടോ പോകാൻ? ഒരുപാട് തവണ ലീവൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ആയതുകൊണ്ട് കുഞ്ഞു മക്കൾക്കൊക്കെ മടി ഉണ്ടാവുമല്ലേ സ്കൂളിൽ പോകാൻ. അതൊക്കെ പതിയെ മാറിക്കോളും. എന്തായാലും സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഔട്ട്ലൈൻ വരച്ചെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ കട്ടിയുള്ള കാർഡ്ബോർഡ് എടുക്കാൻ പറയുന്നത് ഇതൊക്കെ കൊണ്ടാണ്. നല്ല രീതിയിൽ കട്ടിയില്ലാത്ത കാർഡ്ബോർഡ് ആണെങ്കിൽ നമ്മൾ ഇതുപോലെയൊക്കെ ഔട്ട്ലൈൻ വരച്ച് കട്ട് ചെയ്തെടുക്കുമ്പോൾ കംപ്ലീറ്റ് ബെൻഡായിട്ടും കീറിയിട്ടും അതിൻ്റെ ആ ഒരു ഷേപ്പ് തന്നെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു മണ്ണിൻ്റെ ആ ഒരു ചട്ടി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു സെയിം കളർ തന്നെയാണ് നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നായിട്ട് വരുന്ന രീതിയിലുള്ള ആ ഒരു ഭാഗത്തൊക്കെ ഇതുപോലെ ബ്ലാക്ക് കളറാണ് ആ ഒരു ചെടിയുടെ തണ്ടിനൊക്കെ കൊടുത്തത്. എല്ലാ ലീവ്സിനും നല്ല ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ വരുന്ന രീതിയിൽ ഒന്ന് കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെയും ആ ഒരു റൗണ്ട് ഷേപ്പ് സംഭവം അവിടെ ബാക്കി നിർത്തിയിട്ടുണ്ടല്ലേ. അതെന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. ചിലർക്കെങ്കിലും ഊഹിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവുമല്ലേ. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടില്ലേ ആ ഒരു തെങ്ങിൻ്റെ സാധനം, അതിന് എന്നാ പേര് പറയാമെന്ന് എനിക്കറിയില്ല. ആ ഒരു സംഭവം നമുക്ക് അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അവിടെ ആ ഒരു റൗണ്ട് ഷേപ്പ് ഗ്യാപ്പ് നമ്മൾ കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഔട്ട്ലൈനായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലീഫിനൊക്കെ കുറച്ച് യെല്ലോയിഷ് കളറൊക്കെ വെച്ചിട്ട് ഒരു ഹൈലൈറ്റിംഗ് ലുക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഇലയുടെയൊക്കെ അതിൻ്റെ ഉള്ളിലെ നരവ് പോലത്തെ സംഭവം ഉണ്ടല്ലോ, ആ ഒരു സംഭവം പോലെ കിട്ടാൻ വേണ്ടിയിട്ട്. കംപ്ലീറ്റ് വേസ്റ്റാക്കി കളയുന്ന ഐറ്റംസ് കൊണ്ടാണ് നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുമ്പം കിട്ടുന്നത് നല്ല അമേസിങ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ്. നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡെക്കോർ, അതുപോലെ തന്നെ സ്കൂളിൽ ഇതുപോലെ നമുക്ക് വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വഴി തന്നെയാണ് ഇതുപോലുള്ള ഐറ്റംസൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാൽ നാച്ചുറലി ഉള്ള വേസ്റ്റ് കൊണ്ട് എന്നാൽ ആ ഒരു വേസ്റ്റ് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊണ്ടുപോകാണ്ട ആവശ്യം വരുവാണെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. നമുക്കിതാ ആ ഒരു നല്ല ഷേപ്പ് നോക്കി നല്ല ഫ്ലവറിൻ്റെ ഒക്കെ ലുക്കിലുള്ള രീതിയിലുള്ളത് മാത്രം ഞാൻ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ നമ്മളൊന്ന് ബ്രഷ് വെച്ചിട്ട് ഒന്ന് കംപ്ലീറ്റ് അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് മായ്ച്ചെടുത്തതിന് ശേഷം അതിലേക്ക് റെഡ് കളറാണ് ഇതുപോലെ അടിച്ചു കൊടുക്കുന്നത്. റെഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വേറെ ചൂസ് ചെയ്യാം. നിങ്ങളുടെ ചുമര്, അതായത് നിങ്ങൾ എവിടെയാണോ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ചുമരിൻ്റെ കളർ നോക്കിയിട്ട് വേണം ഫ്ലവറിൻ്റെ കളർ ഫിക്സ് ചെയ്യാൻ. അപ്പോൾ ചുമര് നല്ല ലൈറ്റ് കളറാണെങ്കിൽ റെഡ് കളർ, അല്ലെങ്കിൽ യെല്ലോ കളർ, ബ്രൗൺ കളർ, ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. യെല്ലോ കളർ അതിനേക്കാൾ കൂടുതൽ ബെറ്റർ ആയിട്ട് വരുന്ന റെഡൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എനിക്കൊന്നും മജോറിറ്റി എല്ലാവരുടെയും പിങ്ക്, ലൈറ്റ് പിങ്ക്, വൈറ്റ്, ലൈറ്റ് യെല്ലോ, ബ്ലൂ ഇതൊക്കെ ആയിരിക്കും ചുമരിന്, അതായത് പെയിൻറ്റിൻ്റെ കളർ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കളറിന് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു ഡെക്കോറിന് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ലുക്ക് കിട്ടുള്ളൂ. ഇൻ കേസ് നമ്മൾ ഈ ഒരു പെയിൻ്റൊക്കെ കൊടുക്കുമ്പോൾ സമയത്ത് നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുള്ള സംഭവമാണെങ്കിൽ പറഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഗ്ലൂ ഗണ്ണൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഇതുപോലെ റെഡ് കളർ അടിച്ചിട്ട് ഒരു ബേസ് അടിച്ച് നല്ലത് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിനൊന്നൊക്കെ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മൾ ഗോൾഡൻ കളറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ആ ഒരു ഗോൾഡൻ കളർ യെല്ലോ കളറൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ടാവും. അപ്പോൾ യെല്ലോ കളർ വെച്ച് അതിൻ്റെ മിഡിൽ പോർഷനും കൂടി നമ്മളൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിന് ചുറ്റുമായിട്ട് കുറച്ച് ഹൈലൈറ്റിങ് ചെയ്തെടുക്കണം, എന്നാൽ മാത്രം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ലുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഗോൾഡൻ ഡസ്റ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഗോൾഡൻ കളറാണ് പെയിൻറ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ല, ഇത് ഓപ്ഷണൽ മാത്രമാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അത് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടും. അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ.
പിന്നെ നമ്മൾ എന്താണോ ഒരു ഫ്ലവറിന് കളർ കൊടുത്തത് അത് അട്രാക്റ്റീവായിട്ട് ഇരിക്കുന്ന രീതിയിലുള്ള, അത് ഹൈലൈറ്റിംഗ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണുന്ന രീതിയിലുള്ള കളർ മിഡിൽ കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള കളർ ഡള്ളായി പോകാൻ, ആ ഒരു പൂവിൻ്റെ ആ ഒരു ഫ്ലവറിൻ്റെ ഭംഗി കുറയാനൊക്കെ കാരണമാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ എടുക്കുന്ന കളറിനനുസരിച്ച് മാറ്റി മറിച്ച് നിങ്ങൾക്ക് ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഒരു ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് അതിന് അറ്റത്ത് മാത്രം നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതൊന്നും കൂടി ഓർമ്മിക്കണം. ഇനിയിപ്പോൾ ഈ ഒരു ഗോൾഡൻ കളർ ഡസ്റ്റ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഈ ഒരു വർക്ക് ചെയ്യാണ്ട് നിൽക്കണ്ട. നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് നോർമൽ പെയിൻറ്റ് കൊടുക്കുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു ഹോൾ ഉണ്ടല്ലോ, ആ ഒരു ബ്ലാങ്ക് ആയിട്ട് വിട്ടുള്ള ആ റൗണ്ട് ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തേക്ക് എല്ലാം ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് മുന്നേ ആയിട്ട് നമ്മൾക്ക് ഈ ഒരു ചട്ടിക്ക് കുറച്ച് ഡെക്കോർ കൊടുക്കണം. അപ്പം ആ ഒരു ഡിസൈൻ കൊടുക്കുമ്പോൾ തന്നെ നല്ല അട്രാക്റ്റീവായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഓപ്ഷനിലാണോ ചോദിച്ചാൽ ഇത് മസ്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ എന്തായാലും നമ്മളെ വർക്ക് ഒന്നും കൂടി അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ കുടൻ ചെയ്തു, പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ആ ഒരു തെങ്ങിൻ്റെ ഐറ്റത്തിന് കളർ കൊടുക്കാൻ നിന്നതിന് കാരണം മനസ്സിലായിട്ടുണ്ടെന്നിരിക്കുന്നു. ആ ഒരു കുടത്തിൻ്റെ കളർ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം എടുക്കുന്നതിൻ്റെ ഗ്യാപ്പിലാണ് നമ്മൾ മറ്റേ തെങ്ങിൻ്റെ സംഭവത്തിന് പെയിൻറ്റ് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഉണങ്ങാൻ വേണ്ടി വെച്ചത്. അപ്പോഴത്തേക്കും ഇത് ഉണങ്ങിയിട്ട് കിട്ടും. അപ്പം കളറ് മാക്സിമം ബ്ലെൻഡായി പോകാതിരിക്കാൻ, മിക്സായി പോകാതിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മൾ ഈ ചെയ്ത വർക്കൊക്കെ നല്ല രീതിയിൽ ഹൈലൈറ്റ് ആയിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതൊക്കെ ഫുള്ള് ബ്ലെൻഡായിട്ട് നമ്മൾ വിചാരിച്ച അത്ര ലുക്ക് കിട്ടൂല. അപ്പോൾ അതാ ഇതുപോലെയൊക്കെ നമ്മൾ എന്തായാലും ശ്രദ്ധിച്ചിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈനൊക്കെ നമ്മൾ പോയിന്റ് ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഒരു കോംപ്ലിക്കേഷൻസും ഈ ഒരു വർക്കിനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാം. പിന്നെ ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്ക് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു റൗണ്ട് ഡോട്ട് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ടൂൾ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് നിങ്ങൾക്ക് ഇടാം. എല്ലാ ടൂളും യൂസ് ചെയ്ത് ഇതുപോലുള്ള ഹൽക്കുലത്ത് ചിത്രപ്പണിയൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ കംപ്ലീറ്റ് നമ്മൾ ചിത്രപ്പണി കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്തായാലും എല്ലാ കൂട്ടുകാർക്കും പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു വർക്ക് തന്നെയാണ്, ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ അമ്മയോ അച്ഛനോ ഒക്കെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ കളർ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ അവരോട് ചെയ്തു തരാൻ വേണ്ടി പറയാം. ബാക്കിയുള്ളതാ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെയ്യുക. ഇതുപോലുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ബ്രഷ് മാനേജ് ചെയ്യുന്നത്, കളർ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുമ്പോൾ ആ ഒരു ക്രിയേറ്റീവായിട്ടുള്ള നമ്മളുടെ ആ ഒരു ചിന്തയും അത് കാര്യങ്ങളൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി നോക്കാം. അതിന് ഗ്ലൂ ഗൺ വെച്ചിട്ട് കംപ്ലീറ്റ് ഫ്ലവറും ആ ഒരു നമ്മൾ റൗണ്ട് കൊടുത്തിട്ടുണ്ടല്ലോ ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ബാക്കിലും കൂടി ഒരു ചെറിയ ഹുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണ് മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു വർക്ക് സെറ്റാക്കി എടുക്കാം. ഞാനിവിടെ എൻ്റെ ഒരു ഗ്ലൂ ഗണ്ണ് നല്ല സ്റ്റിക്കി ആയതുകൊണ്ട് തന്നെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ ഇഷ്ടമായോ ഇല്ലയോ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു റെഡ് ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, വിടുന്ന ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഈ ഒരു വീഡിയോ അയച്ചു തരിക. ഇതുപോലെ ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള കിടുക്കനായിട്ടുള്ള വർക്കൊക്കെ ആയിട്ട് ഇനിയും കാണാം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ സേഫ് ആയിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു.